ആ കാണുന്ന കുരിശാണ് ഉറുമ്പിക്കരയൊക്കെ വരുമ്പോൾ വരാറുള്ള സ്പോട്ട്. ചെല്ലുന്ന ഒരു കാട് പിടിച്ച ഒരു ഭീകരതയുള്ള ഒരു വൈബുള്ള വഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഏതാണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചുകൂടെ നേരത്തെ എണീറ്റായിരുന്നു. പിന്നെ കൺഫ്യൂഷനായിരുന്നു, ആരെങ്കിലും കമ്പനിക്കാരോടൊപ്പം പോകണോ അതോ ഒറ്റയ്ക്ക് പോകണമെന്ന്. അപ്പോൾ പിന്നെ എന്നാൽ പഴയ ഇടയ്ക്കത്തെ വൈബ് തന്നെ പിടിച്ചേക്കാന്ന് വെച്ച് ഞാനിതാ സോളോ ഇറങ്ങിയതാണ്. ഇതിപ്പം കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ ഇതാ പെട്രോളൊക്കെ അടിച്ചിട്ട് പുലിക്കുട്ടിയായിട്ട് ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതലൊന്നുമില്ല. ഇപ്പോൾ നിലവിലത്തെ പ്ലാന് കുട്ടിക്കാനം ചെന്നിട്ട് പറ്റുവാണെങ്കിൽ കമ്പം ചെന്ന് നമുക്കൊരു ദോശയൊക്കെ അടിക്കണം, അതൊക്കെയാണ് പ്ലാൻ. ചിലപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യും, കാരണം കുട്ടിക്കാനൊക്കെ ചെന്ന് ഒരു വൈബ് അടിച്ചിട്ട് പോരും. കാരണം ഞങ്ങൾ ഒന്നിച്ച് ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായിരുന്നു. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ എന്തായാലും കുട്ടിക്കാനം ചെല്ലും. പിന്നെ വെതറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി വൈബൊക്കെ പിടിക്കാം. അപ്പോൾ ദോശ കഴിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം ഇറങ്ങിയേക്കുന്നത്. എന്തായാലും ബാക്കി പോകുന്ന വഴി കാണാം. നമ്മൾ മുറിഞ്ഞുപുഴ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമുണ്ട്. ഇത് ഒരു നൈസൊരു സ്പോട്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമയം ഇതായതുകൊണ്ട് അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ്. നമ്മൾ വെറുതെ നിർത്തുകയാണ്. കുരങ്ങന്മാരൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളഞ്ഞെങ്ങാനത്തു നിന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ എവിടെ നിന്നാണ് മുണ്ടക്കയം കോട്ടയം കുമളി റോഡാണിത്. ഇവിടെ നിന്ന് കുമളി നമ്മുടെ കുട്ടിക്കാനം ചെന്നിട്ട് റൈറ്റ് പോയാൽ നമുക്ക് കുമളി വണ്ടിപ്പെരിയാർ കമ്പം അങ്ങനെ പോകാം. ലെഫ്റ്റ് പോയാൽ നമ്മൾ കട്ടപ്പന റൂട്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളൊക്കെ ലൂസിഫറും അതുപോലെ പഴയ കുറേ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത നമ്മുടെ കാർബണൊക്കെ ഷൂട്ട് ചെയ്ത അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നൊരു കൊട്ടാരമുണ്ട്. അതിവിടെ കുറേ ഷൂട്ടിങ്ങിന് സിനിമാ ഷൂട്ടിങ്ങും പരിപാടിയായിട്ടൊക്കെ ഉള്ള. അപ്പം അങ്ങോട്ട് നമ്മൾ നോർമലി മെയിൻ റോഡിൽ നിന്ന് കയറിപ്പോകുന്നൊരു വഴിയുണ്ട്. ഇത് അതിനകത്തോട്ട് ഡയറക്റ്റ് ചെല്ലുന്ന ഒരു കാട് പിടിച്ച ഒരു ഭീകരതയുള്ള ഒരു വൈബുള്ള വഴിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ വഴി കയറി പോവാണ്. ഈ വഴി കയറിപ്പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊരു ഭയങ്കര വലിയൊരു ലോറി വരുന്നുണ്ട്. ഇതുണ്ട്, ഭയങ്കര നീളമുണ്ട്. കയറി പോകുന്നുണ്ട്. ഞാൻ 2 വളവും മുന്നേ ഇവരെ കണ്ടായിരുന്നു. ഇതാ വഴി കയറി വരുന്നതാണ്. ഇതുണ്ട്, ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു അരുവ് പോലൊരു സംഭവമൊക്കെ ഉണ്ട്. നൈസാണ്. ഈ റൂട്ട് കണ്ടോ, ഈ ഒരു വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അമ്മച്ചി കൊട്ടാരത്തിലാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ആയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കയറി വന്ന വഴിയും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തേതാണ്. അതായത് നമുക്ക് പല സൈഡിൽ നിന്ന് വരാം. പിന്നെ കുറേ പഴയകാല പ്രേത സിനിമകൾ, പിന്നെ നമ്മുടെ കാർബൺ, ലൂസിഫറിലെ മോഹൻലാലിൻ്റെ ആ ഒരു ഭീകര ഫൈറ്റ്, അതൊക്കെ നടന്ന ലൊക്കേഷൻ ഇവിടെയാണ്. ഇവിടെ ബാക്കി സെറ്റ് വിട്ട് കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ പൂട്ടിയാണ് നടക്കുന്നത്, ആരുമില്ല. നേരത്തെ നമ്മുടെ ധർമ്മലിംഗം ചേട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ പുള്ളി ഇവിടെ ഇല്ലെന്നാണ് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പം ഇന്ന് മൊത്തത്തിൽ അങ്ങനെ ഒരു പ്ലാനില്ലാതെ ഞാൻ ഒരു 4 മണിയായപ്പോൾ എണീറ്റിട്ട് അപ്പോൾ പ്ലാനിട്ട് ഒരു 5-5:15 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. ആദ്യം എനിക്ക് കമ്പത്ത് പോകണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ ഇരുന്നത്. പക്ഷെ അതെന്തായാലും നടപടിയായില്ല. കാരണം ഞാൻ പയ്യെയാണ് വന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് ഷൂട്ടിങ് പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ളത് നന്നായിട്ട് എടുത്തേക്കാന്നൊക്കെ ഓർത്ത് എന്തായാലും ഇതിലെ ഒരു ഓഫ് റോഡ് വഴിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയറി വന്നത് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഭയങ്കര രസമാണ്, പരിപാടി ഭയങ്കര രസമാണ്. നമ്മളങ്ങനെ ഇതാ താഴേന്ന് കയറി വന്ന് കുട്ടിക്കാനം കവലയിലെത്തിയിട്ടുണ്ട്. ആ വഴി പോകുന്നതാണ് നമ്മുടെ ഇടുക്കി, ദേവികുളം, കട്ടപ്പന, വാഗമണ്ണ്, ഏലപ്പാറയൊക്കെ. ഇത് നമ്മുടെ കുട്ടിക്കാനം മരിയൻ കോളേജ്. പിന്നെ ഇങ്ങോട്ടുള്ള വഴിയാണ് നമ്മുടെ കുമളി വണ്ടിപ്പെരിയാർ, തമിഴ്നാട് പോണ വഴിയാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം.
അപ്പോൾ ഇതാണ് നമ്മൾ കുട്ടിക്കാനത്തു നിന്ന് വന്ന ഈ വഴി. ഇവിടുന്ന് നമ്മളൊരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും സൈഡിലോട്ട്, പണ്ടൊക്കെ ഇവിടെ ബോർഡ് നല്ല വ്യക്തമായിരുന്നു, ആഷ്ലി ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഇയോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്ത നമ്മുടെ ആ ഒരു ബംഗ്ലാവാണ്. ഇതിപ്പോൾ ഏലപ്പാറക്കുള്ള വഴിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂട്ടിൽ പോയി നോക്കാം, എന്താ വൈബൊന്നും നോക്കാം. ഈ റൂട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉറുമ്പിക്കര മദാമക്കുളം ഒക്കെ പോണത്. വലിയ ചൂട് ഇതുവരെ ആയിട്ടില്ല, പക്ഷെ പയ്യെ ചൂടായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെയും കൂടെ പോയി. അപ്പോൾ നമുക്ക് ഞങ്ങൾ പണ്ട് നൈറ്റ് CBR R15 എക്സ്പൾസ് ആയിട്ട് ഉറുമ്പിക്കര കയറി അവിടെ നമ്മുടെ താഴെ കൂട്ടിക്കൽ വഴി ഏന്തയാർ വഴി നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇച്ചിരി സീനായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്, നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ അമ്മച്ചി കൊട്ടാരം പോട്ടെ, നമ്മുടെ ആഷ്ലി ബംഗ്ലാവ് വരെ പോയിട്ട് വരാം. ആ കാണുന്നതാണ് നമ്മുടെ ആഷ്ലി ബംഗ്ലാവ്. അതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. ഈ സൈഡിൽ കൂടെയുള്ള വഴിയെ നമ്മളിനി കറങ്ങി തിരിഞ്ഞ് കയറി പോകണം. അപ്പോൾ എന്തായാലും നമുക്കിനി പോവാം. അപ്പോൾ നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഉറുമ്പിക്കര മദാമക്കുളമൊക്കെ പോകുന്ന വഴി, അതൊരു പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ ആ വഴി കയറിയിട്ട് നമ്മൾ പണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ വന്ന് പരിചയമുള്ളതാണ്. അപ്പം ഈ ആഷ്ലി ബംഗ്ലാവ് എനിക്ക് തോന്നുന്നു കോട്ടയം AVGയുടെ എന്തോ ആയിരുന്നു ഒരിടയ്ക്ക്. അപ്പം ഞാൻ പിന്നെ ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട്. അപ്പം പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോ എൻട്രി, നമ്മൾ നേരത്തെ പാസ് അടിച്ചിട്ടുണ്ടായാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് റൂട്ടിൽ നിന്ന്, അതായത് ഉറുമ്പിക്കര പോകുന്ന വഴിക്ക് നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വഴി കയറിയതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരത്തേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആഷ്ലി ബംഗ്ലാവ്. നമ്മുടെ ഇയോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ് മറ്റേ ആ ഒരു പുറത്തുനിന്ന് വരുന്ന ആളുമായിട്ടുള്ള മീറ്റിംഗ് പരിപാടി, അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഒരു ജയറാമിൻ്റെയൊക്കെ ഒരു സിനിമയുണ്ട്, ഒരു പ്രേത സിനിമ, അങ്ങനത്തെ സംഭവങ്ങൾ. എനിക്കൊന്ന് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ സംഭവം. കണ്ടോ ആ ഒരു വീടും പരിപാടിയും ഒക്കെ ആയിട്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ വെതർ സീനൊന്നുമില്ല. പിന്നെ ആ കാണുന്ന മല, അതങ്ങോട്ട് പോണതാണ് നമ്മുടെ ഉറുമ്പിക്കര മദാമക്കുളം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കുറേ ഉറുമ്പിക്കര ഓഫ് റോഡൊക്കെ കേൾക്കത്തില്ലായിരുന്നോ? അപ്പം ആ വഴി താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഏന്തയാറ് വഴിക്കൊക്കെ നമുക്ക് ചെന്നിട്ട് മുണ്ടക്കയം ചാടി തിരിച്ചു പോകാൻ പറ്റും. ഞാനിപ്പോൾ വെറുതെ നമ്മുടെ ഉറുമ്പിക്കര മദാമക്കുളം വഴിയിലേക്ക് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ കണ്ടത് ഇതുണ്ട്, ഈ ഒരു പോയിന്റ് വരെ ലൈക്ക് കൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. മേ ബി റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് ഇവിടുന്ന് അങ്ങോട്ട് പൊടിയിട്ട് അല്ല മണ്ണിട്ട് സെറ്റാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഓഫ് റോഡ് തന്നെയാണ്. മദാമക്കുളം ഉറുമ്പിക്കര റൂട്ടാണ്. നമുക്ക് ചുമ്മാ കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സീൻ ഓഫ് റോഡായിരുന്നു പണ്ട് നമ്മൾ പോകുമ്പോൾ. ഇപ്പോൾ കുറേയൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ചെറിയൊരിതുണ്ട്. എനിക്കൊന്ന് ക്യാമറ കാണുന്നതിലും കുറച്ചുകൂടെ കട്ടിയുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എത്തിയ നമ്മുടെ മദാമക്കുളത്തിൻ്റെ ഒരു സ്പോട്ടുണ്ട്. ആ കാണുന്ന കുരിശാണ് ഉറുമ്പിക്കരയൊക്കെ വരുമ്പോൾ വരാറുള്ള സ്പോട്ട്. അവിടെ വന്നാണ് നിൽക്കാറ്. പിന്നെ ഇവിടുന്ന് ഇനിയിപ്പം നല്ല ഓഫ് റോഡാണ്. അപ്പോൾ ഞാൻ ചുമ്മാ സ്ലിപ്പറൊക്കെ ഇട്ടാണ് വഴിക്കുന്നത്. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചാർജും തീരാറായി. ഞാൻ വെറുതെ എൻ്റെ ഫണ്ടിന് വേണ്ടി മാത്രം പോയിട്ട് ഞാൻ ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷേ എൻ്റെ ചാർജ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15% ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എത്രയും പെട്ടെന്ന് തീരാം. ഇത് നമ്മൾ വന്നേക്കുന്ന വഴിയുണ്ടോ, നമ്മളിങ്ങനത്തെ വഴിയാണ് കയറി വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡുണ്ട്, ഫണ്ണായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. മറ്റൊന്നുമല്ല പ്രശ്നം, ഫോണിൽ ചാർജില്ല. അപ്പോൾ ഞാൻ കുട്ടിക്കാനത്തൊന്ന് കഴിക്കാൻ കയറിയപ്പോൾ അവിടെ കുറച്ച് നേരം ചാർജ് ചെയ്തായിരുന്നു, എന്നിട്ട് പോരുക ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വഴി കണ്ടോ, ഈ വൈബാണ് വഴി. കണ്ടോ, ഇത്രയും നല്ല കട്ടി ഉള്ള റോഡാണ്.
അപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്തി. കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞിട്ട് പൊൻകുന്ന റൂട്ടിൽ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു നഴ്സറി പോലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ സ്വന്തം സാധനമായിട്ടുള്ള കരിക്കൻ ഷേക്ക്, പുഡിങ്, പല പല സംഭവങ്ങൾ. എനിക്ക് ഇവിടുത്തെ പുഡിങ്ങും കരിക്കൻ ഷേക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ KK റോട്ടിൽ കുന്നേലാശുപത്രി ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടാണ്. ഹോം ഗ്രൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിപ്പ്, നമ്മുടെ ഫോൺ ഓഫായി പോയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 5% ഉള്ളൂ. ഞാൻ ജസ്റ്റ് കുത്തിയിട്ടൊന്ന് ചാർജ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഫുള്ള് ട്രിപ്പും പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും ഇത്തവണ. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണാം.